എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2025 വർഷം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 വർഷം എങ്ങനെയാണ് നമുക്ക് നോക്കാം. Death, 3 of Wands energy, Tower moment, 7 of Cups, 10 of Swords, 2 of Cups, Page of Pentacles, എംപറർ എനർജി. ആദ്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം തുടങ്ങുന്നത് തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ പര്യവസാനിക്കുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വർഷം തുടങ്ങുന്ന, അതായത് ജനുവരി തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്. കുറച്ച് നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിന് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പഴയതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്കാണ് ചില ആളുകളെ സംബന്ധിച്ച് നാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്കുള്ള ഒരു യാത്രയാണ്. പുറത്ത് പോയിട്ട് സെറ്റിൽ ആവുന്ന, ഇമിഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുവരെ കാലങ്ങളായിട്ട് ഒരേ ജോലിയിൽ തന്നെയാണ്, വലിയ ഉയർച്ചയും ഒന്നും ഇല്ലാത്ത സാഹചര്യം. ചുറ്റുപാടുകളിൽ മാറ്റം, മൊത്തത്തിലുള്ള ചുറ്റുപാടുകളിൽ മാറ്റം വരുന്നുണ്ട്. പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഗ്രാമപ്രദേശത്താണ് ജീവിക്കുന്നതെങ്കിൽ നഗരത്തിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ നഗരത്തിൽ ജീവിക്കുന്നവർ ഗ്രാമത്തിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരിടത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ സൊസൈറ്റി, ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളും മറ്റുള്ളവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. ലൈഫിൽ പല കാര്യങ്ങളിലും ഉത്തരവാദിത്തത്തോടും പ്രാധാന്യത്തോടും കൂടി തീരുമാനമാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ 10 of Wands ആൻഡ് ഡെത്ത് കാർഡാണ്. അപ്പോൾ പലരെയും സംബന്ധിച്ച് 2025 കാൽവയ്പ് തന്നെ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾ കുറച്ച് നാളായിട്ട് ജോലി മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നു, പലയിടത്ത് ഇൻ്റർവ്യൂസിന് പോകുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതെ പോകുന്നിടത്ത് നിങ്ങൾക്ക് ഈ ഒരു ജനുവരി തന്നെ വളരെ തുടക്കത്തിൽ തന്നെ പലർക്കും പുതിയൊരു ജോലി, ആഗ്രഹിച്ച ജോലി, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി, ഇതുപോലുള്ള ഇത്യാദി കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 of Wands and 2 of Cups എനർജിയാണ്. കുടുംബത്തിലെ മൊത്തത്തിൽ, അതായത് ഇപ്പം വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടു പേർക്കും ഒരേപോലെയുള്ള ഒരു ഉയർച്ച എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ ഫാമിലി സംബന്ധമായിട്ട് കുടുംബത്തിൽ എല്ലാവർക്കും ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇപ്പോൾ 2 ഭാര്യ ഭർത്താക്കന്മാരാണ്, ഈ 2 പേർക്കും ജോലിയിൽ മാറ്റം, ശമ്പള വർധനവ്. അതേപോലെ തന്നെ ഫാമിലിയിൽ ഇപ്പോൾ വിവാഹിതരല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ പാരൻസോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, അപ്പോൾ ഫാമിലിയിൽ ഒരു വളരെയധികം വലിയ സന്തോഷം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ചില ആളുകൾ ഒരു ദൂരസ്ഥലത്തേക്കുള്ള മാറ്റം സൂചിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവുന്നതിൻ്റെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചൊരു സർജറി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനല്ലേ. ഇപ്പോൾ ചില ആളുകൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ലേസർ ട്രീറ്റ്മെൻറ്റ് പോലെ ചെയ്യാൻ, ഇപ്പോൾ ഷോർട്ട് സൈറ്റുള്ള ആളുകളോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നിങ്ങളുടെ ശരീരഭാഗങ്ങളിലും ബന്ധപ്പെടുത്തിയിട്ടുള്ള കോസ്മെറ്റോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരീര സൗന്ദര്യ സംരക്ഷണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള സർജറീസ്, കോസ്മെറ്റിക് സർജറീസോ അങ്ങനെയുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യത ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടിട്ടുള്ള സർജറി അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സെൽഫ് കെയറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ച് അത് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അതേപോലെ തന്നെ 2 of Cups എനർജിയാണ്. വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹം കാര്യങ്ങളൊക്കെ ആവുന്നത് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പലരെ സംബന്ധിച്ച് വിവാഹത്തോട് അടുക്കുമ്പോൾ പല പുതിയ കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ സ്വയം ഇഷ്ടപ്പെടാൻ കൂടുതൽ തുടങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്ലോ നിങ്ങളുടെ മുഖത്ത് വരുന്നതും അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇപ്പോൾ പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കുന്നുണ്ട് വീട്ടിലേക്ക്. ഒരു നായ്ക്കുട്ടിയോ പൂച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഈ ഒരു സമയം കാണിക്കുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് ചില ആളുകളുടെ ആഗ്രഹമായിരിക്കും ഇന്ന ബ്രീഡ് ഡോഗ് വാങ്ങിക്കുക, അതൊക്കെ അതുപോലുള്ള കാര്യങ്ങളും. അതായത് നിങ്ങൾ കുറച്ച് നാളായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് കുറച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കൂട്ട് എന്നുള്ള രീതിയിൽ പലതരത്തിലും ആവാം. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് അതിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ടവർ മൂവ്മെൻറ്റ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ 2025 കടക്കുന്നത് പുതിയ തുടക്കത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കും പല കാര്യങ്ങളും. ടവർ മൂവ്മെൻറ്റ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട് വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പഴയ വീട് പൊളിച്ചത് ലിറ്ററൽ ടവർ മൂവ്മെൻ്റ് ആണ്. അതായത് പഴയ വീട് പൊളിച്ച് പുതിയ വീട് അവിടെ പണിയുന്നത്. ഇപ്പോൾ ഒത്തിരി പ്രായം ചെന്നെത്തി ആ ഒരു ഇതിലവസ്ഥയിലുള്ള വീടൊക്കെ ആണെങ്കിൽ അത് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ പുതിയ വീട് പണിയുന്നതാവാം. നിങ്ങളുടെ പഴയ വീട് ചിലപ്പോൾ ഒരു സൈഡൊക്കെ പൊളിച്ചിട്ട് ഒരു എക്സ്റ്റൻഷൻ എടുക്കുന്നോ അല്ലെങ്കിൽ പൊളിച്ചു പണികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീടൊന്ന് മോഡിഫൈ ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ ചില ആളുകൾ വീട് പൊളിച്ചിട്ട് പുതിയ വീട് പണിയുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആവാം. എങ്ങനെയായാലും അങ്ങനെ അറ്റകുറ്റപ്പണികളും മറ്റു കാര്യങ്ങളും കുറച്ച് വിപുലമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ള, നിങ്ങൾ വീട് പണി ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം മുന്നോട്ടേക്ക് പോയിട്ടുള്ളവരും ഏതെങ്കിലും ഒരു ഭാഗത്ത് ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് അങ്ങനെ വരേണ്ടുന്ന സാഹചര്യം എന്നുള്ളതല്ല, നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരുമ്പോൾ അപ്പോൾ ചെയ്ത ചില കാര്യങ്ങൾ പൊളിച്ചിട്ട് പുതിയൊരു രീതിയിലേക്ക് മാറ്റി ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഇവിടെ യാത്രകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു വിദേശ യാത്രയായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആൾ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വിദേശത്തേക്കുള്ളൊരു യാത്ര പോകുന്നതായിരിക്കാം. വിദേശത്ത് മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ മക്കളെ സംബന്ധിച്ച് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതും അവിടുത്തെ ഭംഗി ആസ്വദിക്കുക, അവിടുത്തെ യാത്രകൾ ചില ആളുകൾ സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ഇറ്റലി പോലുള്ള സ്ഥലങ്ങളിലുള്ള യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് പോകാൻ ഒത്തിരി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ കുറഞ്ഞ പക്ഷം നിങ്ങൾ ഇന്ത്യക്ക് തൊട്ട് വെളിയിലേക്ക് നേപ്പാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏഷ്യൻ കൺട്രീസിലും ആവാം. അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ചില ആളുകൾ സൂചിപ്പിക്കുന്നു. പിന്നെ 7 of Cups ആൻഡ് എംപറർ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു അത്യുന്നതിയിൽ നിങ്ങൾ എത്തുന്ന സമയം എന്ന് തന്നെ പറയാം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒത്തിരി പുതിയ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നു എന്ന് പറയാം. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ചില ഭക്ഷണങ്ങൾ രുചിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഒത്തിരി ഹാപ്പി ആയിരിക്കും. കാരണം ഈ ഒരു വർഷം നിങ്ങൾ പൊതുവേ ഹാപ്പി ആകുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ പരാതി പറയും, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കൊച്ചു കാര്യങ്ങളൊന്നും നിങ്ങളെ ചൊടിപ്പിക്കുന്നില്ല, ദേഷ്യപ്പെടുത്തുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ട് കളയും. അപ്പോൾ കുഞ്ഞു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ലൈഫ് നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുകയാണ്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ പുതിയ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ജീവിതം മൊത്തത്തിൽ ആസ്വദിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് വേണം പറയാൻ. ആ ഒരു എനർജിയാണ്. പിന്നെ എംപറർ എനർജിയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭൂരിഭാഗം സമയവും കൂടുതലായിട്ട് നിങ്ങൾ നേച്ചറിൽ അല്ലെങ്കിൽ പ്രകൃതിയോട് അല്ലെങ്കിൽ മൃഗങ്ങൾ, പക്ഷികൾ ഇങ്ങനെയുള്ള, അതായത് മനുഷ്യരെക്കാൾ കൂടുതൽ നിങ്ങൾ മൃഗങ്ങളോ പ്രകൃതിയൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. അതിനർത്ഥം മനുഷ്യരായിട്ട് സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ളതല്ല. കൂടുതലായിട്ട് നിങ്ങൾ ഫാമിലി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഫാമിലിയായിട്ട് സമയം ചെലവഴിക്കുന്നു. ഇപ്പോൾ കുടുംബം, അച്ഛനമ്മ, സഹോദരങ്ങൾ, കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, അങ്ങനെ ഫാമിലിയിലുള്ളവരുമായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ പൊതുവിൽ നിങ്ങൾ ബന്ധുക്കളോ അങ്ങനെയുള്ളൊരു പൊതുസമൂഹത്തിൽ അധികം സമയം ചിലവഴിക്കാതെ കൂടുതൽ നിങ്ങൾ മൃഗങ്ങൾ, പക്ഷികൾ, നേച്ചർ, പ്രകൃതിയിൽ സമയം ചിലവഴിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഒത്തിരി
എല്ലാം ആസ്വദിക്കാൻ തുടങ്ങുകയാണ്, ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയാണ്. ജീവിതത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. പൊതുവേ നേരത്തെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിന്ന് നിങ്ങളെല്ലാം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയിലേക്കുള്ളൊരു വലിയൊരു മാറ്റമാണ് 2025 കടക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. ഓക്കെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ആസ്വദിച്ച് തുടങ്ങുന്ന ജീവിതത്തിൽ. നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ, നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിലും റിട്ടയർ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പാഷൻ, കലാപരമായിട്ടുള്ള കഴിവുകളാണെങ്കിൽ പ്രത്യേകിച്ച് അത് ഉപയോഗപ്പെടുത്തി തുടങ്ങുന്നതാണ്, അത് ആസ്വദിച്ച് തുടങ്ങുന്നു എന്നുള്ളത് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.